ഞാൻ 2 ദിവസം മുമ്പ് എൻ്റെ ഏറ്റവും അധികം പ്രേക്ഷകർക്ക് നെഗറ്റീവായിട്ട് ഒരു അനാലിസിസ് ചെയ്തത്. കാരണം നിങ്ങളുടെ പ്രതീക്ഷയൊക്കെ വളരെ വളരെ മുമ്പിലായിരുന്നു. കാരണം ഇൻഡോ EU യൂറോപ്യൻ ഡീല്. അപ്പം ഡീലിലത് ചില ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഇന്ത്യക്ക് പ്രയോജനമുണ്ടാവുകയില്ല. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഞാനൊരു എക്കണോമിക് എക്സ്പേർട്ട് അല്ല. പക്ഷെ ഇത് വായിക്കാറുണ്ട്, ശരിക്കും മോണിറ്റർ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നത്, ഇത് നടന്നാൽ എങ്ങനെ നടക്കും, തിരിച്ചു നടക്കും, ഇങ്ങനെ നടക്കും, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താ ഉണ്ടാകാൻ പോകുന്നത്, ഇതിൻ്റെ റിസൾട്ട് അതെങ്ങനെ നമ്മളെ ബാധിക്കും, അവരെ എങ്ങനെ ബാധിക്കും. കാരണം അതൊക്കെ വായിച്ച് കഴിയുമ്പോഴാണ് പിടികിട്ടുന്നത് ഈ ഒരു ചില ഡീലുകളുടെ അകത്ത് ഒരു ഇന്ത്യക്കാരനും ഇന്ത്യയെ സ്നേഹിക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെന്താണ് നടക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും യൂറോപ്യൻ യൂണിയൻ്റെ നേതാക്കളും ഒക്കെ വലിയ രീതിയിൽ പ്രസംഗിച്ചു. ഇന്ത്യയുടെ പൊളിറ്റീഷ്യൻസ് അതിനേക്കാളും വലിയ രീതിയിൽ ആവേശം കൊണ്ട് പ്രസംഗിച്ചു. ഏകദേശം 250 ബില്യൻ്റെ ഡീലാണ് വരാൻ പോകുന്നത്. മദർ ഓഫ് ഓൾ ഡീൽസ്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് നടക്കുന്ന ടോക്സാണ്. അതായത് ട്രംപ് കയറി ഇടപെട്ട് പ്യൂണിറ്റീവ് ടാരിഫും ഒക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് സെറ്റിൽ ചെയ്തുണ്ടാക്കിയെടുത്തിട്ട് ഒരു ഡീല്. ഈ 20 വർഷം നടന്ന ഡീലിനകത്തൊന്നും ഈ യൂറോപ്യൻ യൂണിയൻ പ്രപ്പോസൽ ചെയ്ത പലതിനെയും ഇന്ത്യ തള്ളിയെടുത്ത് ഉരകളഞ്ഞ. പക്ഷേ ഇന്നത് ഡീലായിട്ട് നമ്മുടെ മുമ്പിൽ 96% എക്സംഷൻ, അതായത് ടാരിഫ് ഇല്ലാതാക്കിയിട്ട് ഇന്ത്യയിലോട്ട് വരുന്നു. ഇന്ത്യയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 99% ടാരിഫ് ഇല്ലാതെ അമേരിക്കയിലോട്ട് പോകുന്നു. ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാൻ നിങ്ങൾക്കത് കുറച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഡീല് ഈ മാസം 27-ാം തീയതിയാണ് നടന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കുക, സ്റ്റോക്ക് മാർക്കറ്റിൽ ഓട്ടോമൊബൈൽ, മാരുതി സുസുക്കി, മഹേന്ദ്ര, ഹുൻഡായ്, ടയോട്ട, ഇതേപോലെയുള്ള കമ്പനികളെ നോക്കുക. അവരുടെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റേക്ക്, അതായത് ഷെയർ 2.5, 3.5, അതായത് പുറകോട്ടങ്ങ് പോയി. ഉണ്ടായ സംഭവമാണ്. അതേപോലെ തന്നെ ലിക്കർ, വൈൻ മാനുഫാക്ചേഴ്സ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്പറാണ് വൈൻ മാനുഫാക്ചറിങ്. നാസിക്കിൽ നിന്ന് സുല, നല്ല വൈനാണ്, ഒറിജിനൽ ഇന്ത്യൻ വൈനാണ്. 4.5 ആണ് ഈ സംഭവം വന്ന ശേഷം അവരുടെ പോയത്. അതേപോലെ തന്നെ ഇന്ത്യൻ ബിവറേജസ്, യുണൈറ്റഡ് ബിവറേജസ്, മറ്റുള്ള പല കമ്പനികളും അവരുടെയും സ്റ്റോക്ക് മാർക്കറ്റ് താപ്പോട്ട് ഡിക്ലൈൻ ചെയ്തു. മറ്റൊന്ന് സംഭവം ഹാർഡ് കോറായിട്ടുള്ള, അതായത് സ്റ്റീൽ ഉൽപ്പാദകർ, ഹിൻഡാൽക്കോ, അങ്ങനെയുള്ള മറ്റു പലര് അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന് കാർബണിൻ്റെ പ്രശ്നം വെച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ റെസ്ട്രിക്ഷൻ കൊണ്ട് അവർക്ക് ഈ സാധനം അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു എക്സെപ്ഷൻ ഈ ഡീലിനകത്ത് ഉണ്ടാക്കിയെടുത്തില്ല. സത്യമാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടമാകുന്നത്, സിമ്പിളായിട്ട് നഷ്ടമാകുന്നത് 1.5 ബില്യൺ പൗണ്ടാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഒറ്റയടിക്ക് യൂറോ നഷ്ടമാവുകയാണ്. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്? അമേരിക്കൻ സ്റ്റാൻഡേർഡും യൂറോപ്യൻ സ്റ്റാൻഡേർഡും വ്യത്യാസമാണ്. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഭയങ്കര സ്ട്രിക്റ്റാണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പാളിച്ച വന്നു കഴിഞ്ഞാൽ തിരിച്ചിങ്ങ് അയക്കും. പിന്നെ അവരുടെ റെസ്ട്രിക്ഷൻസും അതും ഇതും ഒക്കെ കയറി ഇങ്ങ് വരും. ഉറപ്പായിട്ടും ടെക്സ്റ്റൈൽസും നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്, ലെതർ ഗുഡ്സിന് നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതും നമ്മൾ കോമ്പറ്റ് ചെയ്യാൻ പോകുന്ന വിയറ്റ്നാമിനോടും അപ്പുറത്തുള്ള ചൈനയോടുമായിരിക്കും. കാരണം അവർക്കുള്ള മാർക്കറ്റാണ് ഇത് രണ്ടും. അവിടെ എങ്ങനെ നമ്മൾ കയറി പെനട്രേറ്റ് ചെയ്യും, ഇതിനെ ബേസ് ചെയ്താണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം അവർക്കും ഇതേ ടാരിഫ് തന്നെയാണ്. പിന്നീട് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന കോട്ടൺ, വിയറ്റ്നാമിൽ നിന്ന് വരുന്ന കോട്ടൺ, തുണിത്തരങ്ങൾ, ഈ സംഭവങ്ങൾ, അതിൻ്റെ അകത്ത്
ജൂവലറിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് മുന്നിൽ നിൽക്കാൻ കാരണം അതിൽ നിന്ന് ഇന്ത്യക്ക് വലിയ കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട ആലോചിക്കേണ്ട പ്രശ്നം എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ ഇന്നത്തെ ബൈയിങ് പവർ എത്രമാത്രമുണ്ട്. അവർക്ക് ഈ സാധനങ്ങൾ കൃത്യമായിട്ട് വാങ്ങാൻ സാധിക്കുമോ? ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന ചെമ്മീൻ പല ആവർത്തി ക്വാളിറ്റി മോശമാണ്, ഇതിനകത്ത് ഫെർട്ടിലൈസർ കൂടുതൽ ചേർത്തിട്ടാണ് വരുന്നത്, ഇതൊക്കെ പറഞ്ഞ് വലിയ കംപ്ലൈൻ്റ് ആയിരുന്നു. അതിൻ്റെ പേരിൽ തള്ളിക്കളഞ്ഞിരുന്നു. ഇനി അതിനെ എങ്ങനെ നേരിടും? അടുത്ത ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങാത്തത്? അതിനുവേണ്ടി എന്താ അവർ ടാരിഫ് മാറ്റിക്കൊടുക്കാത്തത്? കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കീടനാശിനികളും ഫെർട്ടിലൈസർ ഉപയോഗിച്ചാണ് നമ്മുടെ ഗോതമ്പാണെങ്കിലും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതവർ ഇന്ത്യൻ സാധനം അങ്ങോട്ട് കയറ്റില്ല. പക്ഷെ അവരുടെ ഫ്രൂട്ട്സുകളുണ്ട്, അവരുടെ കൂടിയ ഫ്രൂട്ട്സുകളും മറ്റു പരിപാടികളും ഇതൊക്കെ ഇന്ത്യയിലോട്ട് വരും. മനസ്സിലാക്കുക, മരമണ്ടന്മാരെ മനസ്സിലാക്കുക. നിനക്കിതെന്താന്ന് പിടികിട്ടിയോകെ? യൂറോപ്പിൽ ഡംപ് ചെയ്ത് കിടക്കുന്ന വണ്ടികളുണ്ട്, വാഹനങ്ങളുണ്ട്. അവരീ പറയുന്ന 15,000 മുതൽ 17,000 $20,000 അല്ലെങ്കിൽ പൗണ്ട് ആ വിലയുള്ള സാധനം ഇന്ത്യയിലോട്ട് വരികയാണ്. ഡംപ് ചെയ്ത സാധനം ഇന്ത്യയിലോട്ട് വരികയാണ്. അത് വന്നു കഴിയുമ്പോൾ സ്ഥിതി നിങ്ങൾക്ക് ആലോചിക്കാം എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഇന്ത്യയിലെ ഈ മഹേന്ദ്രയും ടാറ്റയും ഈ കമ്പനികളുടെ കാറ് പിന്നെ ആര് മേടിക്കും? ആളുകൾ യൂറോപ്യൻ കാറിൻ്റെ ഹയർ എൻഡിലോട്ടങ്ങ് പോകും. 2-3 ലക്ഷം കൂടുതലാണെങ്കിലും, കാരണം യൂറോപ്യൻ കാറാണ്. കാരണം സായിപ്പിനെ കാണുമ്പോൾ ഇന്ത്യക്കാർക്ക് ഭയവും ബഹുമാനവുമാണ്. അവൻ്റെ കാറിനോട് ആ മെച്ചം കാണിക്കും. അതുകൊണ്ട് തന്നെയാണ് ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെ ഈ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് അതിൻ്റെ ഷെയർ വാല്യൂ അടിച്ചു പിരിഞ്ഞ് ദൂരെ പോയത്. എന്നിട്ട് എന്ത് പറ്റി? ഇവിടുത്തെ ടെക്നോളജി സെക്ടർ. കാരണം അവർ പെർമിഷൻ കൊടുക്കത്തില്ല ടെക്നോളജി സെക്ടറിന്. കാരണം അവിടെയുള്ള ആളുകൾക്ക് ജോലി വേണം, പിന്നെ ക്വാളിറ്റി വേണം. അതിൻ്റെ പേരിലും നമ്മൾ അൺസർട്ടനിറ്റി. ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോഴാണോ നിങ്ങൾ ചൂട് പിടിച്ച് വരുന്നത്? അതായത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം, ഇത് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നൊരു ലോങ് ടൈമാണ്, ഷോർട്ട് ടൈം അല്ല. 7-10 വർഷം കഴിയുമ്പോഴാണ് ഇതിന് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഷോർട്ട് ടൈമിൽ പ്രയോജനം ഉണ്ടാക്കാൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവരവരുടെ വൈനും കാറും ഇങ്ങനെയുള്ള സംഭവങ്ങളും കെമിക്കൽസും അതവർ ഇന്ത്യയെ കൊണ്ട് ഡംപ് ചെയ്യും. അത് ഇന്ത്യയിൽ പിടിച്ചു പറിയാവും, ഇന്ത്യക്കാർ വാങ്ങും. കാരണം ഇന്ത്യൻ അർബൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സായിപ്പിൻ്റെ സാധനം കാണുന്നതാണ് ഇഷ്ടം. അവൻ ദേശീയ സാധനത്തെക്കാളും സായിപ്പിനെ കണ്ട സായിപ്പിൻ്റെ കൂടെ പോകും. ഒരു സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. ഒരു മാരുതിയുണ്ട്, ഒരു മഹേന്ദ്രയുണ്ട്, ഒരു സുസുക്കിയുണ്ട്, അതിനിടയ്ക്ക് ഒരു BMW ഉണ്ട്, ഒരു മെഴ്സിഡസ് കാറും ഉണ്ട്. ഇന്ത്യയിലൊരു പാർക്കിങ്ങിൻ്റെ കാര്യം പറയുക. ആ റോഡിൽ കൂടെ പോകുന്നവരെ കാണുന്നത് ഏത് കാറിനെ ആയിരിക്കും കൂടുതൽ? ഈ പറയുന്ന യൂറോപ്പിൽ നിന്ന് വരുന്ന കാറുകളെ ആയിരിക്കും കൂടുതൽ. അതതിൻ്റെ കാര്യം. അപ്പം പിന്നെ അത് വാങ്ങാനാണ് ഇവൻ്റെ പരിപാടി. അതിന് ഇത്ര വിലയേ ഉള്ളൂ. ഇനി ഒരു കാര്യം പറയാം, അമേരിക്കൻ കാർ എന്ന് പറഞ്ഞാൽ ഗ്ലോബലായിട്ട് വലിയ ഡിമാൻഡൊന്നുമില്ല ഇന്ന്. കാരണം വലിയ 10,000 പോലുള്ള കാറാണ്, എക്സ്പെൻസീവാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. അതതിൻ്റെ കാര്യം. പക്ഷേ യൂറോപ്യൻ കാർ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല, ലക്ഷറിയസ് ആണ്. ഇത് 10,000, 2,000, 3,000 കിലോമീറ്റർ എവിടെയും ടച്ച് ചെയ്യാതെ എവിടെ നിർത്താതെ പോകും. 3,000, 4,000 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിന് പോകുന്ന എത്ര ഇന്ത്യൻ റോഡിൽ ഓടുന്നുണ്ട്? ഞാൻ നിങ്ങളോട് ചോദിക്കുക. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ റോഡുകളും നന്നായി. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ എങ്ങനെയായിരിക്കും ഈ പറയുന്നതിന് നമ്മൾ ഈ കോമ്പറ്റീറ്റീവ് പ്രൈസ് മാത്രമൊന്നുമല്ല, അതിനെ എങ്ങനെ തലനം ചെയ്ത് മുന്നോട്ട് പോകും ചോദ്യമാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ഈ ഗുഡ്ഗാവിലോട്ടൊരു ബാറിൽ പോയി കഴിഞ്ഞ് കാണാൻ പോയത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഒന്ന് കാണാൻ പോയത്.
അപ്പോൾ ഞാൻ ആഴ്ചയിലോ ചിലപ്പോൾ ഒരു പെഗ്ഗൊക്കെ അടിക്കും, പഴയ പോലൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ബൂസ് ഇതൊക്കെ കണ്ടിട്ട് ഒരെണ്ണം ഇന്ത്യൻ മെയ്ഡ് സാധനമില്ല, എല്ലാം വന്നിരിക്കുന്ന വിദേശികൾ. അതിൻ്റെ വിലയോ ഇന്ത്യൻ സാധനത്തെക്കാളും വില കുറഞ്ഞ്. പിന്നെങ്ങനെ ഇന്ത്യൻ കമ്പനികൾ ഇത് ഉണ്ടാക്കി ആർക്കൊണ്ടിട്ട് വിൽക്കും? ആരാ ഇത് എക്സ്പോർട്ട് ചെയ്ത് പണം ഉണ്ടാക്കുന്നത്? ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഇതൊക്കെ നേരത്തെ പല ആവർത്തി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നെഗോസിയേഷൻ നടത്തിയ സമയത്ത് ഈ ബൂസിൻ്റെ കാര്യവും കാറിൻ്റെ കാര്യത്തിലും വലിയ റെസ്ട്രിക്ഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഇന്ത്യക്ക് എങ്ങനെയെങ്കിലും ഈ ഡീല് നടത്താൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഈ സംഭവം. അതാണ് എനിക്കറിയാൻ സാധിച്ചത്. പെട്ടെന്ന് വരുന്നു, ഡീൽ ഒപ്പുവെക്കുന്നു, മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്നു. ഇതിൻ്റെ പ്രയോജനം കിട്ടാൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവരുടെ സാധനങ്ങൾ ഇന്ത്യയിൽ കൊണ്ട് ഡംപ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തൊരു കണക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് പറയുന്ന ഫാർമർ സെക്ടറിനെ പറ്റിയാണ്, ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യൻ ഫാർമ നല്ല സെക്ടർ. ഇന്ത്യൻ ഫാർമ സെക്ടറിൻ്റെ അകത്ത് കെമിക്കലുണ്ട്. ഈ കെമിക്കലിൻ്റെ 65% കെമിക്കൽ വരുന്ന ചൈനയിൽ നിന്ന്. അത് ഇന്ത്യയിൽ വന്നത് മാനുഫാക്ചർ ചെയ്തിട്ട് ഈ പറയുന്ന അമേരിക്കയിലും അവിടെയും ജനറിക് മെഡിസിനായിട്ട് പോകുന്നു. മനസ്സിലാക്കുക. അത് ഗവൺമെൻറ് ചില പൊട്ടന്മാർ പറഞ്ഞുണ്ടാക്കിയ കഥയായത്. അവർ തന്നെ പറയുന്നത് ഇത്ര ശതമാനം ചൈനയിൽ നിന്ന് വരുന്നുണ്ട്, അതിനുശേഷം നമ്മളിവിടുത്തെ അത് കോമ്പൗണ്ട് ആക്കിയിട്ട് അത് മെഡിസിനാക്കിയിട്ട് ഓർഗാനിക് മെഡിസിനാക്കിയിട്ട് നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ക്രൂഷ്യൽ റീസൺ മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഇതേപോലെയുള്ള മെഡിസിൻ ഉണ്ടാക്കുന്നത് ഫുള്ളി ഓട്ടോമേഷൻ അല്ല. പക്ഷെ ചൈനയിൽ ഇത് ചെയ്യുന്നത് ഓട്ടോമേഷനാണ്. അതായത് മാൻ പവറിൻ്റെ ആവശ്യം അവിടെ ഇല്ല, അത് മുഴുവനും ചെയ്യുന്നത്. കാരണം ചൈന ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നതിൻ്റെ 1/4 ചിലവിലാണ് ചൈന ഇത് ഉണ്ടാക്കുന്നത്. കാരണം പ്രോഡക്റ്റും അവൻ്റെ, നമ്മളിവിടുന്ന് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയാണിത് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നേ? അപ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യൻ ജനറിക് മെഡിസിൻ മേടിച്ചത്? അതാണ് നമ്മൾ അമേരിക്കയോട് താങ്ക്സ് പറയണം. അതായത് ഈ ചൈനീസ് മെഡിസിന് ഉണ്ടാക്കിയ അമേരിക്ക വരെ അമേരിക്ക അവൻ്റെ മുമ്പിൽ എടുത്തു കൊടുത്ത് 35-40% അവൻ്റെ മേളിൽ ടാരിഫ്, ഇന്ത്യക്ക് 0 കൊടുത്തു ടാരിഫ്. അങ്ങനെ അമേരിക്കയുടെ മാർക്കറ്റിൽ ഇന്ത്യൻ ജനറിക് മെഡിസിൻ അവിടെ ഫ്ലഡ് ചെയ്തു എല്ലായിടത്തും. ആ ഒരു സംഭവമൊന്നും ഈ യൂറോപ്യൻ യൂണിയൻ ചെയ്യത്തില്ല, ഇന്ത്യക്ക് അനുകൂലമായിട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അമേരിക്ക ചൈനയെ ഒതുക്കാൻ വേണ്ടി ചൈനയുടെ പ്രോഡക്റ്റിന് ടാരിഫ് കൊടുത്ത് ഇന്ത്യൻ പ്രോഡക്റ്റിനെ 0 കൊണ്ടത് അമേരിക്ക വെച്ചു. അപ്പോൾ ജനങ്ങൾക്ക് വിലയില്ലാത്ത വില കുറഞ്ഞ സാധനങ്ങൾ ജനങ്ങൾ മേടിച്ചു. ചൈനീസ് സാധനങ്ങൾക്ക് വിലയും കൂടി. വിയറ്റ്നാം സാധനത്തെ മോണിറ്റർ ചെയ്തു. ഇപ്പം ചില റിപ്പബ്ലിക്കൻ പാർട്ടി പറയുന്നത് ഇന്ത്യ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രംപുമായിട്ട് ചേർന്ന് 500 ബില്യൺ എങ്ങനെ ഗ്രോ ചെയ്യാൻ സാധിക്കും? അതായത് ട്രംപുമായിട്ട് ചേരുക, ബംഗ്ലാദേശിനെയും വിയറ്റ്നാമിനെയും കൂടെ നിർത്തുക. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇതേയുള്ള വർക്ക് നടക്കുക. ഇന്ത്യക്കാർ പോയി വർക്ക് ചെയ്യുക, കോൺട്രാക്റ്റും മറ്റുള്ള വർക്ക്. എന്നിട്ട് എല്ലാവരും കൂടെ ചേർത്ത് ചൈനയെക്കാളും ഏറ്റവും കുറഞ്ഞ രീതിയിൽ സാധനങ്ങൾ ഉണ്ടാക്കി അമേരിക്കയിലും അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊടുക്കുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ ഗുഡ്സ് ഏകദേശം 1 ട്രില്യൺ അടുത്തെത്താൻ സാധിക്കും. ഇതാണ് പറയുന്നത്. ഇത് ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലും സാധിക്കും. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വരാനുള്ള 2 മാസം കൊണ്ട് കഴിയുമ്പോൾ പ്രിയപ്പെട്ട എല്ലാവർക്കും കാണാൻ സാധിക്കും ഇന്ത്യയിൽ എന്തൊക്കെ സാധനങ്ങളാണ് യൂറോപ്പിൽ നിന്നും വളയിരിക്കുന്ന സാധനങ്ങളും മദ്യങ്ങളും വൈനുകളും കുപ്പികളും കാറുകളും സാധനങ്ങളൊക്കെ ഇന്ത്യയിലും കൊണ്ട് വന്ന് ഡംപ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് അത് കയറി മേടിക്കും. പാവം പിടിച്ച ഇന്ത്യക്കാരൻ ഉണ്ടാക്കുന്ന സാധനം മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇതാണ് ഞാൻ കാണാൻ പോകുന്നത്. അതുകൊണ്ട്
എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രതീക്ഷയില്ല. പോസിബിളി ഇതൊരു ലോങ് ടൈം പ്രോസസ്സിലാണെങ്കിൽ പ്രതീക്ഷ ഉണ്ടാകാം. പക്ഷെ ഷോർട്ട് ടൈമിൽ ഇതുണ്ടാകാൻ പോകുന്ന പ്രതീക്ഷ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ സംഭവങ്ങളെല്ലാം ഇവിടെ കൂടി ഡംപ് ചെയ്യും. ഇന്ത്യൻ മിഡിൽ ക്ലാസ് അത് കയറി ക്യാപ്ചർ ചെയ്യും. അതാണ് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ലൂപ്പ് ഹോൾസ് എന്ന് പറയുന്നത്, ഇന്ത്യ സമ്മതിച്ചു ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഫ്രൂട്ട്സും മറ്റുള്ളതും കൊണ്ടുവരാൻ വേണ്ടി. പക്ഷേ ഇന്ത്യൻ അഗ്രികൾച്ചർ സാധനം അവിടെ കൊണ്ടുപോകാൻ വേണ്ടി അവരത് ബാൻ ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കേട്ട ശേഷം നിങ്ങൾ പറയാം, ഈ ഡീൽ ആർക്കാണ് പ്രയോജനം ഉണ്ടായത്? ഇതേ ഉള്ളൂ, സിമ്പിൾ. അതുകൊണ്ടാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും മറ്റു പല കാർ മേക്കേഴ്സിൻ്റെ അസോസിയേഷനും ഇവരെല്ലാം പറയുന്നത് ഇതുകൊണ്ട് കാര്യമായ പ്രയോജനം ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് താപ്പോട്ട് പോകുന്നത്, ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ മുകളിലോട്ട് പോകുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്, ഷോർട്ട് ടൈം അല്ല. ഷോർട്ട് ടൈമിനകത്ത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ സാധനങ്ങളിലൂടെ ഡംപ് ചെയ്യും. ഇന്ത്യക്കാരുടെ പ്രോഡക്റ്റ് വാങ്ങാൻ ഇന്ത്യയിൽ ആളില്ലാതാകും. അവനൊരു മൊണോപ്പൊളിയാക്കി മാറ്റും. ഇന്ത്യൻ കാർ ഇൻഡസ്ട്രീസിനെ പോലും ഡീപ്പായിട്ട് ഇത് കയറി ബാധിക്കും. നോക്കുക, ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയെ ഇത് സാരമായി ബാധിക്കും.